ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. കേരള മെക്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നല്ല മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് നമ്മൾ വണ്ടിയുടെ പെയിന്റും ബോഡിയൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പല വിധത്തിലുള്ള കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതായത് സെറാമിക് കോട്ടിംഗ് ആയി, നാനോ കോട്ടിങ്, അതേപോലെ തന്നെ വാക്സ് പോളിഷിങ്, പല വിധത്തിലുള്ള പോളിഷിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ ഇൻറ്റീരിയർ മഴക്കാലത്ത് സ്വാഭാവികമായിട്ട് ചെളി മണ്ണൊക്കെ കയറി അഴുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടർച്ചയായിട്ടുള്ള ക്ലീനിങ്ങും അതുപോലെയുള്ള പ്രത്യേക രീതിയിലുള്ള ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ മഴക്കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന കേസസ്, ഈ എലി വണ്ടിക്കുള്ളിൽ കയറുന്ന കേസസ് കൂടുതലും മഴക്കാലത്താണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എലി വണ്ടിക്കുള്ളിൽ കയറി പല വിധത്തിലുള്ള വലിയ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിച്ചു വയ്ക്കും. വമ്പൻ മുട്ടൻ പണികൾ വരെ നമുക്ക് ഒപ്പിച്ചു തരും. അപ്പം വേറെ ഒന്നുമല്ല, ഈ മഴക്കാലത്ത് എലി വണ്ടിക്കുള്ളിൽ കയറി വരാനുള്ള സാധ്യത കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മഴയാകുമ്പോഴത്തേക്ക് ഈ എലിയുടെ ഒളിത്താവളങ്ങൾ, മാളങ്ങളെല്ലാം വെള്ളം കയറി മിക്കതും ക്ലോസ് ആയിപ്പോയി. ഇവർക്ക് അവരുടെ ഒരു സ്ഥിരമായിട്ടുള്ള ലിവിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് അവരങ്ങ് മാറും. അപ്പം അവർക്ക് സേഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലം തപ്പുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ മഴയും വേറെ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത ഒരു കൂൾ ആൻഡ് കാം ലൊക്കേഷനാണ് അവർ സെർച്ച് ചെയ്ത് നടക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും മിക്കപ്പോഴും വണ്ടികളായിരിക്കും അവർക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ആശ്രയം, എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടേക്കുന്ന ഏരിയ. പിന്നെ ചാൻസസ് വരുന്നത്, ഇവർ ഈസി ആയിട്ട് ഫുഡ് ആക്സസ് ചെയ്യാവുന്ന സാധനം. നമ്മൾ പലപ്പോഴും വണ്ടികൾ എന്തെങ്കിലും ചിപ്സോ സ്നാക്സോ ബിസ്ക്കറ്റോ പിള്ളേരുടെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അതിൻ്റെ മണം അടിച്ച് നിങ്ങൾ കയറി വരും. ഇതെങ്ങനെ കയറുന്നു അല്ലേ? വണ്ടിയിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് എലിക്ക് ഉള്ളിൽ കയറാനായിട്ട് സാധിക്കും, എന്തൊക്കെ കയറിയാൽ എന്തൊക്കെ നാശനഷ്ടങ്ങളായിരിക്കും കൂടുതൽ ഇത് വരുത്തുക. അതുപോലെ തന്നെ ഇത് ഒരു തവണ വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഇത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, എന്ത് ചെയ്യാൻ സാധിക്കുക. കാരണം നമുക്ക് പല വിധത്തിലുള്ള മൗസ് റിപ്പലൻസ് ഉണ്ട്. അതായത് എലി കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല മരുന്നുകളും സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു സമയപരിധി ഉണ്ട്. 2.5 മാസം 3 മാസം, ഏറിയാൽ ഒരു 6 മാസം കണക്ക് കൂട്ടിക്കുക. 6 മാസത്തിൽ അപ്പുറം ഇതിനൊന്നും എഫക്റ്റ് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ കാലാകാലം ഇതിനൊന്നും എഫക്റ്റ് കണ്ടിന്യൂസ് നിൽക്കത്തില്ല. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പരമാവധി സൂക്ഷിക്കാൻ പറ്റിയ ചില മെത്തേഡുകളും ചില ടിപ്സുകളും ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം അത് കൂട്ടൊരു വണ്ടി ഇടയ്ക്ക് കിട്ടി. അപ്പോൾ ഇത് ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രേക്ഷകർക്കെല്ലാം ഷെയർ ചെയ്യുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അടുത്തുള്ളത് 2010 മോഡൽ i10 ആണ്. ഈ i10ൻ്റെ കസ്റ്റമർ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, AC ഓണാക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് തന്നെ ഒച്ചയും അതുപോലെ ഭയങ്കരമായിട്ട് തന്നെ എലിയുടെ സ്മെല്ലുണ്ട്. ഭയങ്കര മോശമായിട്ടുള്ള സ്മെല്ലാണ്. വണ്ടി തുറക്കുമ്പോൾ തന്നെ അത്യാവശ്യം എലിയുടെ സ്മെല്ല് അറിയാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും AC ഒന്ന് ഇട്ട് നോക്കാം എന്താ അതിനകത്ത് സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ ഒരു ഭയങ്കരമായിട്ട് ഉള്ളിൽ നിന്ന് എന്തോ കിടന്ന് അടിക്കുന്ന പോലെ ഒരു ശബ്ദം, ടിക് 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 എന്നുള്ള ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. ഈ ഗ്ലോ ബോക്സ് അഴിച്ച് നമുക്ക് ഇതിൻ്റെ ഈ പാനലൊക്കെ, ഇതിൻ്റെ പേപ്പറും സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയാൽ അകത്ത് എന്താ സ്ഥിതി നമുക്ക് നേരിട്ടൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഗ്ലോ ബോക്സിലെ പേപ്പർ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നിറയും എലിക്കാട്ടം കാണാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എലിക്കാട്ടം എന്തൊക്കെ അഴുക്കുകൾ കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിലും വഴി എല്ലാം എലി കയറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ AC ഭാഗം നമുക്ക് ഇതിലും വഴി ഫോൺ ഇട്ടിട്ട് ഫോൺ ക്യാമറയിലൂടെ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ AC ഒരു ഭാഗമാണ് നമുക്ക് ഈ കാണുന്നത്. അതിൻ്റെ ഇൻലെറ്റ് എയറും ഔട്ട്ലെറ്റ് എയറും തമ്മിൽ മാറ്റുന്ന ഒരു യൂണിറ്റാണ് നമുക്ക് ഈ ഒരു ഗ്രില്ല് പോലെ ഇവിടെ കാണുന്നത്. ഇതിൻ്റെ ഷട്ടർ ഇപ്പം നിലവിൽ ഔട്ടർ എയറിലേക്കാണ് ചേഞ്ച് ചെയ്തേക്കുന്നത്. അതായത് ഇന്നർ എയർ വലിക്കില്ല, ഔട്ടർ എയറാണ് വലിച്ചേക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വണ്ടി നമ്മൾ ഓഫാക്കി ഇടുമ്പോഴത്തേക്ക് ഇൻസൈഡ് എയർ ഇതുപോലെ ആക്കിയിടണം. അത് നമുക്ക് ആ സ്വിച്ചിൽ തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമുക്ക് പുറത്തുനിന്ന് എയർ വലിക്കില്ല, അകത്തുനിന്ന് എയർ വലിക്കുള്ളൂ. ഈ പൊസിഷനിൽ നമുക്ക് ഈ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ ഈ മൊബൈലിൻ്റെ ക്യാമറ ലൈറ്റ് ഓൺ ആക്കിയിട്ടൊന്ന് വീഡിയോ പിടിച്ചാൽ നമുക്ക് അകത്ത് ഏകദേശം എന്താണെന്നുള്ളത് കണ്ടു നോക്കാം, കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കിടക്കുന്നതിനകത്ത് എന്തോ ഒരു 10ൻ്റെ നോട്ട് പോലെ ഒരു സംഭവം കാണുന്നുണ്ട്. എലി കൊണ്ട് കടിച്ചിട്ടാണെന്ന് വിശ്വസിക്കുന്നു. അവിടെ ഇവിടെയെല്ലാം കരണ്ട പാടുകളും ഉണ്ട്. ഒന്നും കൂടി നമുക്ക് ഇച്ചിരി സൂം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഗ്രില്ലിലെല്ലാം എലി കടിച്ച് കരണ്ട പാടുകൾ നമുക്കിവിടെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. 90% കേസുകളിലും വണ്ടിയിൽ ആദ്യമേ AC ഭാഗത്തിലൂടെ വെൻറ്റിലൂടെ ആയിരിക്കും എലി ഉള്ളിലേക്ക് കയറുന്നത്. അത് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ എലി ഇതിനകത്ത് വന്നിട്ട് വണ്ടിക്കകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതായത് AC യൂണിറ്റ് കടിച്ച് പറിച്ച് നാശമാക്കിയിട്ട് ഇവിടുന്ന് വണ്ടിക്കകത്തേക്ക് കയറാനൊരു തുളയൊക്കെ ഉണ്ടാക്കി വണ്ടിക്കുള്ളിൽ കയറിയിട്ടുണ്ട്. ഉള്ളിൽ കയറി എലി അത്യാവശ്യം എല്ലാം കേടാക്കേണ്ട സാധനങ്ങൾ പലതും കേടാക്കിയിട്ടുണ്ട്. കാരണം പല ലൈറ്റുകൾ വർക്കാവുന്നില്ല, സ്പീക്കേഴ്സ് വർക്കാവുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നായി സോർട്ട് ഔട്ട് നമ്മൾക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡ് അയച്ചിട്ടുണ്ട്. കാരണം HVAC യൂണിറ്റ്, അതായത് ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ യൂണിറ്റ് ആണ് ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു പേര്. ഈ ഒരു യൂണിറ്റ് നമ്മൾ മൊത്തത്തിൽ പുറത്തേക്ക് ഊരിയെടുത്തിട്ട് വേണം ഇതൊന്ന് സർവീസ് ചെയ്ത് കംപ്ലയിൻറ്റുകൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് റെക്ടിഫൈ ചെയ്ത് തിരിച്ച് ഫിക്സ് ചെയ്യാനായിട്ട്. അതുകൂടാണ്ട് എവിടെയൊക്കെയാണ് വയറിംഗ് എന്നുള്ളത് നമ്മൾ ഇനി തപ്പി പിടിച്ചെടുക്കണം. എലി കയറിയാൽ ശരിക്കും 8ൻ്റെ പണികൾ തന്നെയാണ്. അപ്പോൾ HVAC യൂണിറ്റ് പുറത്തെടുത്തപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നിറയെ എലിക്കാട്ടമാണ്.
എലി അത്യാവശ്യം കാട്ടവും അതിനെ കഷ്ടിച്ചതും മുള്ളിയതും എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. നല്ല വൃത്തിയുടെ നാറ്റം തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു HVAC സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ മോട്ടറിൻ്റെ പോർഷൻ പൊക്കുമ്പോൾ 10ൻ്റെ നോട്ട് കറണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം സേവിങ് ശീലമുള്ള ഒരു എലിയാന്ന് തോന്നുന്നുണ്ട്. നോട്ടൊക്കെ കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മോട്ടറിൻ്റെ ഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ മോട്ടറിൻ്റെ ബ്ലേഡിലെല്ലാം എലിക്കാട്ടവും മൂത്രവും എല്ലാം പറ്റി ആകെ നാശമായിരിപ്പുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം തിരിച്ച് ഫിക്സ് ചെയ്യാനായിട്ട്. HVAC യൂണിറ്റ് കംപ്ലീറ്റ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ നാറ്റം വണ്ടിയിൽ നിന്ന് പോകത്തില്ല. ഇതിപ്പോൾ കസ്റ്റമറിൻ്റെ ശ്രദ്ധയിൽ ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി ആയിട്ടാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ ഇതൊരു പക്ഷേ നേരത്തെ തന്നെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ ഇത്രയധികം ഡാമേജസ് വരത്തില്ലായിരുന്നു. ഇത് അത്യാവശ്യം ഒരുപാട് കാലമായിട്ടുണ്ട് ഈ എലി വണ്ടിക്കകത്ത് കയറി ഇറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. അത് HVAC യൂണിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ ഹീറ്റിംഗ് കോയിൽ ഇരിക്കുന്ന ഭാഗം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നിറയെ അഴുക്കളാണ്. ഈ ഫാനിൽ നിന്ന് അടിച്ച് പോകുന്ന കാറ്റിൻ്റെ കൂടെ എലി കൊണ്ടുപോയി കറണ്ട് ഇടുന്ന പേപ്പർ കഷ്ണങ്ങളും അതിൻ്റെ കാഷ്ടങ്ങളും അതിൻ്റെ മൂത്രവും എല്ലാം ഇതിലേക്ക് വരും. ഇനി ഇത് നമ്മൾ മുഴുവനും ഊരിയെടുത്ത് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹീറ്റിംഗ് വെൻറ്റിലേഷനും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഈ യൂണിറ്റ് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്ത് പുതുതായിട്ട് ഫിക്സ് ചെയ്യുന്ന പോലെ ഫിക്സ് ചെയ്യണം. ഇനി ഇതിൻ്റെ വയറിങ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോന്ന് ശരിക്കും തപ്പി പോവുകയാണ് ചെയ്തത്. കാരണം ഓരോ ലൈറ്റ് വർക്കാവാത്ത ഫ്യൂസ് റിലേ അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ ഓരോ വയറുകൾ, സെൻട്രൽ ലോക്കിൻ്റെ റിലേറ്റ് ചെയ്യുന്ന വയറുകൾ, അതുപോലെ നമ്മുടെ സ്പീക്കറിൻ്റെ വയറുകൾ, ബാക്കിലത്തെ ടെയിൽ ലാമ്പ് റിലേറ്റ് ചെയ്യുന്ന വയറെല്ലാം പലയിടങ്ങളിൽ നിന്ന് എലി കറണ്ട് എല്ലാം കണ്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ പല സാധനങ്ങളും അവിടെ നിന്ന് ഇവിടുന്ന് പേപ്പറും വണ്ടിക്കുള്ളിലുള്ള ഈ മാറ്റും എല്ലാം കടിച്ച് കീറിയിട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് പാനലുകൾ ഇതേപോലെ കടിച്ച് പലയിടങ്ങളിൽ ഇട്ടിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ നമുക്കിത് പിടികിട്ടിയില്ലെങ്കിൽ വൻ നാശനഷ്ടങ്ങളായിരിക്കും എലി കാണിച്ചു വയ്ക്കുക. കാരണം പല ഇലക്ട്രോണിക് കമ്പോണൻസുകൾക്ക് കേടുവരുന്ന രീതിയിലുള്ള വയറിങ് കടിച്ച് കളയും, ഇലക്ട്രോണിക് കമ്പോണൻസ് നാശമാക്കും. ഈ അവിടെ എല്ലാം കൊണ്ട് കാഷ്ടിച്ചും മുള്ളിയും വെച്ച് പല സാധനങ്ങളും ഷോർട്ടായി പോകും, വയറുകൾ കടിച്ച് ഷോർട്ടായി പോകും. അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാട്. ഇപ്പം ഇതൊക്കെ ഒരു ബേസ് ലെവലിൽ സാധാരണക്കാരുടെ ഒരു വണ്ടിയാണ്. ഇപ്പോൾ ലക്ഷറി കാറുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലക്ഷക്കണക്കിലും അല്ലെങ്കിൽ കോടിക്കണക്കിന് പണിച്ചിലവ് വരുന്ന നഷ്ടങ്ങളായിരിക്കും ചിലപ്പോൾ എലി ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടത് സൗണ്ട് സിസ്റ്റത്തിൻ്റെ വയറുകളാണ് ഇപ്പോൾ ഈ കടിച്ചിട്ടേക്കുന്നത്. ഇത് നമുക്ക് റിപ്പയർ ചെയ്യാനുണ്ട്. അതുകൂടാണ്ട് ലൈറ്റിങ്ങിൻ്റെ വയറുകൾ നമുക്ക് റിപ്പയർ ചെയ്യാനുണ്ട്. ഇത് ലെഫ്റ്റ് പാനലും കാര്യങ്ങളൊക്കെ അഴിച്ച് ഊരി ചെക്ക് ചെയ്തപ്പോഴാണ് ഇവിടുത്തെ ഈ പ്ലാസ്റ്റിക് പാനലുകളും കടിച്ചകത്തുനിന്ന് നാശമാക്കിയിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിലത്തെ ടെയിൽ ലാമ്പിൻ്റെ വയറിംഗ് ഹാർനസ് പലയിടത്തുനിന്നും കടിച്ച് കീറിയിട്ടുണ്ട്. ഇവിടുന്നൊക്കെ എന്തൊക്കെ കടിച്ച് കളഞ്ഞു എന്ന് പലപ്പോഴും ചിലപ്പോൾ പിടി കിട്ടുകയില്ല. ഒരുപാട് അധികം കാലമായിട്ട് എലി വണ്ടിയിൽ കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ പോയാൽ ചിലപ്പോൾ ഫുൾ വയറിംഗ് കിറ്റ് മാറേണ്ട അവസ്ഥ തന്നെ വന്നേക്കും ചിലപ്പം. കാരണം അതായിരിക്കും നമുക്ക് ഒരു ഈസി ആയിട്ടുള്ള ഒരു റെക്ടിഫിക്കേഷൻ. കാരണം ഇതൊന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ വയറുകൾ ഊരിയെടുത്തിട്ടായിരിക്കും നമ്മൾ റിപ്പയർ ചെയ്യാൻ പറ്റുക, നമുക്ക് തന്നെ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ഒരേ ഹാർനസ് തന്നെ ചിലപ്പോൾ 3-4 എടുത്തുനിന്നൊക്കെ ആയിരിക്കും കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊക്കെ റിപ്പയർ ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കും. പിന്നെ ഇതിൻ്റെ ഡിക്കി ഭാഗത്തുള്ള സൈഡ് പാനലുകളും കാര്യങ്ങളെല്ലാം മാറ്റെല്ലാം ഊരിയെടുക്കുമ്പോഴാണ് കാണാൻ സാധിച്ചത് ഇതിൻ്റെ ഡിക്കിയിൽ ഒരു കോർണറിലായിട്ട് എലി പെറ്റിട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഒരു വണ്ടി ഇത് നാശമാക്കുന്നത്. ഇവിടെ സീറ്റ് ബെൽറ്റിൻ്റെ കടിച്ചു കീറിയ മറ്റേ പോർഷൻസൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ബാക്കിൽ നിന്നുള്ള വയറിങ് എന്നാണ്ടൊക്കെ അവിടെ നിന്ന് ഇവിടെ ഇൻസുലേഷനൊക്കെ കടിച്ചു കീറി അവിടെ 4 വശത്തും ഇട്ട് വെച്ചിട്ടുണ്ട്. എനിവേ നമുക്കിതിൻ്റെ റിപ്പയറിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ കൂളിംഗ് കോയിൽ മുന്നേ കണ്ട അഴുക്കായിരുന്ന കൂളിംഗ് കോയിലും HVACയുടെ യൂണിറ്റാണ്. ഫുള്ള് നമ്മൾ കഴുകി വാഷ് ചെയ്ത് വൃത്തിയാക്കി തിരിച്ച് നമ്മൾ ഫിക്സിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത് 2 സൈഡ് ഇത്രയും വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ടിരിക്കേണ്ട സാധനമാണ്. ആ ഒരു പരുവത്തിൽ നിങ്ങളെല്ലാവരും മുന്നേ കണ്ടത്. എന്തായാലും വേറെ ഇതിൻ്റെ മറ്റു പല പോർഷനിലേക്ക് എനിക്ക് എത്താനായിട്ട് സാധിക്കാഞ്ഞത് ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ഫിക്സിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രോപ്പറായിട്ട് ഇതിൻ്റെ ബോഡിയും പ്ലാസ്റ്റിക് പാനലും പാർട്സ് എല്ലാം നമ്മൾ റിപ്പയർ ചെയ്ത് തിരിച്ച് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എലി കയറി പണി തന്നേക്കുന്ന വണ്ടികളുടെ ഒരു പ്രൈമറി എസ്റ്റിമേഷൻ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എത്രത്തോളം വരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതെന്തൊക്കെ കളഞ്ഞു എന്നുള്ളത് നമ്മൾ ഓരോന്ന് അകത്തുനിന്ന് കണ്ടുപിടിച്ച് വരുമ്പോഴേ നമുക്ക് കറക്റ്റ് മനസ്സിലാകാനായിട്ട് പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ ഈ വണ്ടി സ്ട്രിപ്പ് ഡൗൺ ചെയ്ത പോലെ ചിലപ്പോൾ സ്ട്രിപ്പ് ഡൗൺ ചെയ്ത് നോക്കിയാലേ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വയറിംഗ് ഹാർനസ് എല്ലാം നമുക്ക് റിപ്പയറബിൾ ആയതുകൊണ്ട് നമ്മൾ റിപ്പയർ ചെയ്തിട്ട് വീണ്ടും പ്രോപ്പറായിട്ടുള്ള ഇൻസുലേഷനൊക്കെ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എലി കയറാതെ നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു തവണ എലി കയറിയിട്ടുള്ള വണ്ടിയിൽ വീണ്ടും എലിയുടെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. പ്രധാനമായും വണ്ടിയിൽ എലി കയറുന്നത് 3 അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ട് എലിക്ക് വണ്ടിയിൽ പ്രവേശിക്കാനായിട്ട്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചാൻസസ് എന്ന് പറഞ്ഞാൽ, അതായത് 90% ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഈ ഫ്രണ്ട് പോർഷനിൽ നിന്നാണ്. അതായത് ഈ കൗൾ ടോപ്പ്, അതായത് നമ്മുടെ വണ്ടിയുടെ ഈ വൈപ്പറൊക്കെ ഇരിക്കുന്നതിൻ്റെ അടിഭാഗത്ത് കുറേ വെൻറ്റുകളുണ്ട്. വൈപ്പറിൻ്റെ വെള്ളം പോകാനും അതേപോലെ എ സിക്ക് എയർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്.
അപ്പോൾ അതിലും വഴിയാണ് 90% വണ്ടികൾ എലി കയറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ എ സിയുടെ വെൻ്റ് ഓപ്പൺ ആകുന്ന ഉള്ളിലേക്ക് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നെറ്റ് മെഷ് ചെയ്തിട്ട് നമ്മളത് റിവിറ്റ് ചെയ്തേക്കാണ്. എലിക്ക് കയറാനുള്ള രണ്ടാമത്തെ ചാൻസ് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിക്കിയിൽ വണ്ടിക്കുള്ളിലെ പ്രഷർ റിലീസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഡിക്കിയിലെ രണ്ട് വശങ്ങളിലും സെൻറ്റർ പോർഷനിലൊക്കെ ആയിട്ട് ഓരോ മാനുഫാക്ചറിൻ്റെ സ്റ്റൈലാട്ടോ ഈ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ വെൻസ് ഉണ്ടാവും. ഈ വെൻറ്റ് ഈ എലി കറണ്ട് കയറിയിട്ട് അകത്ത് കയറും. ചെറിയ എലിയാണെങ്കിൽ ആ വെൻറ്റിനകത്തുകൂടി അകത്ത് കയറും. അപ്പോൾ ഈ വെൻറ്റ് നമുക്ക് പെർമനൻ്റ്ലി അടച്ച് കളയാനും പറ്റത്തില്ല, കാരണം പ്രഷർ റിലീസ് ആയില്ലെങ്കിൽ വണ്ടിക്കകത്ത് വേറെ ഒരുപാട് നാശനഷ്ടങ്ങൾ വരും. നമ്മളിപ്പം ചെയ്യുന്നത് ഈ ഭാഗത്ത് നമ്മൾ ഈ സ്റ്റീലിൻ്റെ മെഷ് അങ്ങ് അടിച്ച് വെക്കും. അപ്പോൾ എയർ പാസ്സാവുകയും ചെയ്യും, എലിക്കകത്തേക്ക് വരാൻ പറ്റത്തുമില്ല. അങ്ങനത്തെ ഒരു സംവിധാനം നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. മൂന്നാമത്തെ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഫ്ലോറിൽ വരുന്ന ഈ പറഞ്ഞ പോലെ റബ്ബറിൻ്റെ പ്ലഗുകളുണ്ടാവും, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും കളയാൻ വേണ്ടിയിട്ടൊക്കെ ഫ്ലോറിലും. അതുപോലെ തന്നെ നമ്മുടെ സ്പെയർ ടയർസ് വരുന്ന ഭാഗത്ത് ഈ പറഞ്ഞ പോലെ റബ്ബറിൻ്റെ പ്ലഗുകളുണ്ടാവും. ഈ റബ്ബറിൻ്റെ പ്ലഗുകൾ എലി കടിച്ച് കയറിയിട്ട് ഇതിലും വഴി വണ്ടിക്കുള്ളിലേക്ക് പ്രവേശിക്കും. ഇതാണ് മൂന്നാമത്തെ ഒരു ചാൻസ്. അപ്പം ഇത് നമുക്ക് പെർമനൻ്റ്ലി അങ്ങ് അടയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നല്ല രീതിയിൽ സീലൻ്റൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഇത് പ്രോപ്പറായിട്ട് അടച്ചു വയ്ക്കാവുന്നതാണ്. ഇതിലും വഴി കയറുന്ന സാധ്യത മറ്റേ ഈ പറഞ്ഞ പോലെ എ സിയുടെ അങ്ങോട്ടേക്ക് കയറുന്നതിനേക്കാളും കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈറ്റിൻ്റെ വയറിങ് ഹാർനസ് വരുന്ന അവിടെ റബ്ബറിൻ്റെ പ്ലഗുകളുണ്ട്. അതിലും വഴി ഈ റബ്ബറിൻ്റെ പ്ലഗുകൾ കടിച്ച് കയറി അകത്ത് കയറാറുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രോപ്പർലി നല്ല രീതിയിൽ സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് ഒരു 99% എലിയുടെ ശല്യങ്ങൾ നമുക്ക് വീണ്ടും രണ്ടാമതുണ്ടാകാതെ നമുക്ക് സൂക്ഷിക്കാം. ഇപ്പം നമ്മുടെ വണ്ടിയുടെ എ സിയുടെയും എല്ലാത്തിൻ്റെയും വർക്ക്, ഫ്ലോറിൻ്റെയും വയറിൻ്റെ വർക്കുകളെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഫൈനൽ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഏതാണ്ട് കൊടുക്കാനുള്ള ഭാഗത്തിനായിട്ടുണ്ട്. അപ്പോൾ മുന്നേ നമ്മൾ ചെക്ക് ചെയ്ത പോലെ നമുക്കൊന്നും കൂടി എ സി ഇട്ടിട്ട് ആ സൗണ്ടും കാര്യങ്ങളൊക്കെ മാറിയ ഫ്ലോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എ സി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം മോശമായിരുന്ന പോർഷനെല്ലാം ഡെറ്റോളും കൊണ്ട് തന്നെ കഴുകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഫ്ലോർ മാറ്റിൻ്റെ പല ഭാഗങ്ങളും. എ സി ആണെങ്കിൽ നമ്മൾ ഫുള്ള് ഡിസിൻഫെക്റ്റൻ്റ് ചെയ്തിട്ടുണ്ട്, കാരണം കംപ്ലൈൻറ്റുകളെക്കാട്ടിൽ ഉപരി ഇത് നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ കൊണ്ടുതരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കണ്ടന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. കണ്ടന്റ് കാര്യങ്ങൾ എല്ലാവർക്കും ഉപകരിക്കപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇത് കണ്ടിട്ട് പലർക്കും ഇത് ഉപകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കണ്ട. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം പൊട്ടിക്കണോ വേണ്ട അല്ലേ? എന്നാൽ വേണ്ട. അടുത്ത വീഡിയോ മെക്കാനിക് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് മാത്രം ഒരു ചെറിയ ഹിന്റ് തരാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.